ഒത്തിരി ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന അർത്ഥങ്ങളുള്ള സിനിമയാണ്. Myself is lucky to be here and watching the movie. It's a really good experience. One of my favorite movies I've seen this year. ഇനിയും ഒത്തിരി അവാർഡുകൾ വാങ്ങേണ്ട ഒരു സിനിമയാണ്. ഹൈ ഫ്രണ്ട്സ്, ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായി 2024 കാൻസ് ഫിലിം ഫെസ്റ്റിവലിലെ ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടിയ കനി കുസൃതിയും ദിവ്യ പ്രഭയും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ പായൽ കബാഡി ചിത്രം ആൾ വി ഇമാജിൻ എ സ്ലൈറ്റ് തിയേറ്ററിൽ റിലീസിന് എത്തിയിട്ടുണ്ട്. നിലവിൽ കേരളത്തിൽ ഒരു തിയേറ്ററിൽ മാത്രമാണ് ഇതിൻ്റെ ഷോ ഉള്ളത്. അപ്പോൾ അത് കണ്ടറിഞ്ഞ ഓഡിയൻസിൻ്റെ റിവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കാണാൻ പോകുന്നവരോ കണ്ടവരോ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നേരെ ആൾ വി ഇമാജിൻ എ റിവ്യൂയിലേക്ക്. നല്ല സിനിമയാണ്. ഫെൽറ്റ് വെരി നാച്ചുറൽ ആക്ച്വലി. ആൻഡ് ദിവ്യ, കനി, എവ്രിബഡി, ഛായ ഖദം, എവ്രിബഡി ഹാസ് ബീൻ അമേസിങ്. അടിപൊളി സിനിമയാണ്. ആൻഡ് ഇറ്റ്സ് എ റിയൽ എക്സ്പീരിയൻസ് ടു വാച്ച് ഇറ്റ് ഇൻ സ്ക്രീൻസ് ഓൾസോ. ലൈക്ക് നമുക്ക് ഇവിടെ വളരെ കുറച്ച് സ്ക്രീനിങ്ങേ ഉള്ളൂ. അപ്പോൾ കാണാൻ പറ്റുന്നു എന്ന് പറയുന്നത് ഐ കൺസിഡർ മൈസെൽഫ് ആസ് ലക്കി ടു ബി ഹിയർ ആൻഡ് വാച്ചിങ് ദ മൂവി. ഇറ്റ്സ് എ റിയലി ഗുഡ് എക്സ്പീരിയൻസ് വാച്ചിങ്. എന്താണ് മുമ്പോട്ടേക്കുന്ന ഒരു ആശയം എന്താണ്? ആശയം ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇമോഷൻസ് എങ്ങനെയാണ് നമ്മൾ ഡെയിലി ലൈഫിൽ ഡേ ടു ഡേ ആയിട്ട് ഡീൽ ചെയ്യുന്നതിനെ കുറിച്ചാണ്. 3 സ്ത്രീകൾ അവരുടെ വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള അവരുടെ ജീവിതം നാവിഗേറ്റ് ചെയ്യാണ്. അതിനകത്ത് സ്നേഹത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, പ്രണയത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒറ്റപ്പെടലിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ ക്ലാസും കാസ്റ്റും പോലെയുള്ള സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വൈഡർ അരീനയാണ് മൂവി മുന്നിലേക്ക് വെക്കുന്നത്. നല്ല രീതിയിൽ തന്നെ സിനിമ എടുത്തിട്ടുണ്ട്. ഡയറക്ഷൻ കൊള്ളാം, അഭിനയം കൊള്ളാം. കനി കുസൃതിയും ദിവ്യപ്രഭയും നല്ലവണ്ണം അഭിനയിച്ചിട്ടുണ്ട്. ഒത്തിരി ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന അർത്ഥങ്ങളുള്ള സിനിമയാണ്. ഒത്തിരി ക്രിട്ടിക്കലി കാണേണ്ട ഒരു സിനിമയാണ്. ഒരു ലൈറ്റ് വാച്ച് അല്ല ഒരിക്കലും. നല്ല രീതിയിൽ തന്നെ ഒരു ശ്രീമനസിന്റെ ഉള്ളിലെ കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ അവതരിപ്പിക്കുന്നതിൽ ഡയറക്ടർ വിജയിച്ചിട്ടുണ്ട്. കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ കിട്ടിയ അംഗീകാരം അതിൻ്റെ ഒരു തെളിവാണ്. ഇനിയും ഒത്തിരി അവാർഡുകൾ വാങ്ങേണ്ട ഒരു സിനിമയാണ്. അഭിനയത്തിലും ഡയറക്ഷനിലും വളരെ മികച്ച ഒരു ഫീലുണ്ട്. എങ്ങനെയുള്ളൊരു സിനിമയാണ്? ക്രിറ്റിക്സിന് മാത്രം ഇഷ്ടപ്പെടുന്നു, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ സിനിമ നോർമൽ ഓഡിയൻസ് ഇഷ്ടപ്പെടുന്നുണ്ടോ? നോർമൽ ഓഡിയൻസ് പെട്ടെന്ന് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തോന്നുന്നില്ല. ഒരു സാധാരണ ഒരു കൊമേഴ്ഷ്യൽ സിനിമ കാണുന്ന ഒരു പ്രേക്ഷകന് ഒരു പക്ഷേ പെട്ടെന്ന് അത് അംഗീകരിക്കാൻ പറ്റിക്കൊണ്ടു വരിക. പക്ഷേ സിനിമ വളരെ സീരിയസ് ആയി വളരെ സയന്റിഫിക് ആയി കാണുന്ന പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. വളരെ നന്നായിരുന്നു. വെരി ഗുഡ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസ് ഐവ് സീൻ ദിസ് ഇയർ. എനിക്ക് മലയാളം അധികം അറിയില്ല, അതുകൊണ്ട് really good new actors. I've never seen them before, so like I was very impressed. I had a good time. Felt good. A really normal story about 3 women, but I guess the way it was shot and the way it portrayed things was different from how a regular movie in India gets shot.